ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗഡി ഓടിച്ചാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈഫ് ഫാസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട് മൂവിയുടെ ഫസ്റ്റ് ലുക്കിനെ കുറിച്ചുള്ള മൈ എക്സ്പെക്റ്റേഷൻ. ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പ്രതീക്ഷകൾ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ദളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ഗോട്ട് എന്നത്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട്. വെങ്കട് പ്രഭുവാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. അപ്പോൾ വിജയും വെങ്കട് പ്രഭുവും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഒരു ടൈം ട്രാവൽ രീതിയിലുള്ള കഥയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് തോന്നി. കാരണം ഡ്യുവൽ റോളാണോ എന്നുള്ള രീതിയിലുള്ളൊരു കൺഫ്യൂഷനാണ് ഫസ്റ്റ് ലുക്കിൽ ഇങ്ങനെ സംവിധായകൻ നമുക്ക് മുന്നിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡ്യുവൽ റോളാണോ അതോ ഇനി ടൈം ട്രാവൽ കഥയായതുകൊണ്ട് തന്നെ പ്രസൻറ്റും അതോടൊപ്പം ഫ്യൂച്ചറിലേക്ക് പോകുന്നതുമാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരേ ക്യാരക്ടർ തന്നെയാണോ എന്നൊരു ഡൗട്ടുണ്ട്. അതിന് ചിത്രം ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് അത് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും വളരെ സസ്പെൻസ് നിറച്ച ഒരു ഫസ്റ്റ് ലുക്കാണ് ആരാധകർക്ക് മുന്നിൽ വെങ്കട് പ്രഭു ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ തുറന്നു വെച്ചിരിക്കുന്നത്, പുറത്തു വിട്ടതെന്ന് പറയാം. അതോടൊപ്പം ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്. വിജയും യുവൻ ശങ്കർ രാജയും ഇതുവരെ ഒരു ചിത്രമേ ചെയ്തിട്ടുള്ളൂ. അത് പുതിയ ഗീതയാണ്. 2003 ആ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 20 വർഷമായിരിക്കുന്നു, 21 വർഷമാകാൻ പോകുന്നു. 21 വർഷമായിരിക്കുന്നു വിജയും യുവൻ ശങ്കർ രാജയും അതിനുശേഷം ഇതുവരെ ഒന്നിച്ചില്ല. പക്ഷേ അവരിപ്പോൾ ഈ ഒരു ചിത്രത്തിലാണ് അവർ ഒന്നിക്കുന്നത്. യുവൻ ശങ്കർ രാജയെക്കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ BGM ഒക്കെ വളരെയധികം പേര് കേട്ട, അല്ലെങ്കിൽ വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന BGMകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിന് ഉദാഹരണമാണ് മങ്കാത്ത, മാനാടും തുടങ്ങിയ ചിത്രങ്ങളിലെ BGM. മങ്കാത്തയിലെ BGM ഒക്കെ ഇന്നും ഐക്കോണിക്കാണെന്ന് പറയാം. ഇപ്പോൾ കേട്ടാലും നല്ലൊരു ത്രില്ലടിപ്പിക്കുന്നൊരു BGM ആണ് ഈ മങ്കാത്തയിലെ BGM ഒക്കെ. അപ്പോൾ അത് മങ്കാത്തയും വെങ്കട് പ്രഭുവിൻ്റെ ചിത്രമായിരുന്നു. അപ്പോൾ വെങ്കട് പ്രഭുവും യുവൻ ശങ്കർ രാജയും ചേരുമ്പോൾ അതിലുണ്ടാകുന്ന മ്യൂസിക്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, BGM, സോങ്സ് ഒക്കെ വേറെ ലെവലായിരിക്കും. അത് നമ്മൾ കണ്ടതാണ്. മങ്കാത്തയിലൂടെയും മാനാടിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വിജയുടെ കാര്യം പറയുകയാണെങ്കിൽ ലിയോയ്ക്ക് ശേഷം അദ്ദേഹം അഭിനയിക്കുന്ന ചിത്രം. വെങ്കട് പ്രഭുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കസ്റ്റഡിയിലേക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രം ആണ്. അജിത്തിന് മങ്കാത്ത കൊടുത്തിട്ട് സിംബുവിനെ മാനാട് കൊടുത്ത വെങ്കട് പ്രഭു വിജയ്ക്ക് എന്താണ് കൊടുക്കാൻ പോകുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. അതോടൊപ്പം വിജയ്ക്ക് കഴിഞ്ഞ ലിയോ വൻ ഹൈപ്പിൽ വന്ന ചിത്രം. ഹൈപ്പിനൊത്തുള്ള വിജയം നേടിയില്ലെങ്കിലും കളക്ഷനിൽ ചിത്രം മികച്ചതായിട്ട് നിന്നു. അതിനു മുമ്പ് ഇറങ്ങിയ വാരീസാകട്ടെ വീസ്റ്റാകട്ടെ ആരാധകരെ നിരാശപ്പെടുത്തി. അപ്പോൾ ആ ഒരു വെങ്കട് പ്രഭുവും വിജയും കൂടെ ആകുമ്പോഴൊരു പരീക്ഷണ ചിത്രം, അല്ലെങ്കിൽ ഒരു പുതിയൊരു അറ്റംപ്റ്റിലേക്ക് കൊണ്ടുപോകുന്നൊരു, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ക്യാരക്ടറൈസേഷൻ ആയിരിക്കും, ആ രീതിയിലുള്ള സിനിമയായിരിക്കും എന്നാണ് ആരാധകർ കരുതുന്നത്. കാരണം സിംബുവിന് മാനാട് ഒരു വെറൈറ്റി ചിത്രമായിരുന്നു. അതോടൊപ്പം അജിത്തിൻ്റെ 50ാമത്തെ ചിത്രം മങ്കാത്ത വെങ്കട് പ്രഭു ആയിരുന്നു സംവിധാനം ചെയ്തത്. അപ്പോൾ അജിത്തിന് ഒരു നെഗറ്റീവ് റോളായിരുന്നു അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിജയുടെ ഒരു സ്റ്റൈലിൽ നിന്ന് മാറിക്കൊണ്ടൊരു പുതിയ ചിത്രമായിരിക്കും എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഏതായാലും 2024 ചിത്രം പുറത്തിറങ്ങും. റിലീസ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോഴും നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.